നമസ്കാരം. സഹ്യ ന്യൂസിലേക്ക് സ്വാഗതം. ആമയിഴഞ്ചാൻ തോട്ടിൽ ശുചീകരണത്തിനിടെ കാണാതായ തൊഴിലാളി ജോയിയുടെ മൃതദേഹം കണ്ടെത്തി. പഴവങ്ങാടി തകരപ്പറമ്പ് ചിത്ര ഹോമിന്റെ പുറകിലെ കനാലിൽ നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത്. മൃതദേഹം ജോയിയുടെ തന്നെയാണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. റെയിൽവേയിൽ നിന്നും വെള്ളം ഒഴുകിയെത്തുന്ന സ്ഥലത്താണ് മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത്. 46 മണിക്കൂറിന് ശേഷമാണ് മൃതദേഹം കണ്ടെത്തിയത്. ജീർണാവസ്ഥയിലാണ് ഇപ്പോൾ മൃതദേഹമുള്ളത്. എന്നാൽ മൃതദേഹം ജീർണിച്ച അവസ്ഥയിലാണെങ്കിലും ബന്ധുക്കളും സുഹൃത്തുക്കളും ജോയ് തന്നെയാണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. മൃതദേഹം ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരെത്തി ആംബുലൻസിലേക്ക് മാറ്റി. കനാലിൽ ശുചീകരണത്തിനെത്തിയ തൊഴിലാളികളാണ് മൃതദേഹം കണ്ടത്. ആമയിഴഞ്ചാൻ തോട്ടിൽ നാവികസേനയുടെ തിരച്ചിൽ ആരംഭിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് മൃതദേഹം കണ്ടെത്തുന്നത്. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 2 കിലോമീറ്റർ അകലെയാണ് മൃതദേഹം കണ്ടത്. അതേസമയം ജോയിയെ കണ്ടെത്തുന്നതിനായി രാവിലെ തന്നെ തിരച്ചിൽ ആരംഭിച്ചിരുന്നു. നാവികസേനാംഗങ്ങൾക്കൊപ്പം എയർഫോഴ്സ്, സ്കൂബ ഡൈവേഴ്സ്, NDRF അംഗങ്ങളും തിരച്ചിലിനായി ഉണ്ടായിരുന്നു. 34 മണിക്കൂർ നീണ്ട തിരച്ചിൽ ഇന്ന് രാത്രി നിർത്തിയിരുന്നു. റെയിൽവേ ട്രാക്കിനടിയിലൂടെ കടന്നുപോകുന്ന ടണലിൽ സ്കൂബ സംഘം മുങ്ങി പരിശോധന നടത്തിയെങ്കിലും ജോയിയെ കണ്ടെത്താനായിരുന്നില്ല. കൂടാതെ വെള്ളം ഒഴുക്കിവിട്ട മാലിന്യം നീക്കാനുള്ള ശ്രമവും ഫലം കണ്ടില്ല. തുടർന്നാണ് ഇന്നലെ തിരച്ചിൽ അവസാനിപ്പിച്ചത്. മൃതദേഹം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റും. ശ്രീചിത്ര ഹോമിന് പുറകിലാണ് മൃതദേഹം കണ്ടെത്തുന്നത്. ആമയിഴഞ്ചാൻ തോട് ഒഴുകുന്നത് ഇതുവഴിയാണ്. തിരുവനന്തപുരം മാരായമുട്ടം സ്വദേശിയാണ് കാണാതായ ജോയ്. ശനിയാഴ്ച രാവിലെ ശക്തമായ മഴയിൽ ആമയിഴഞ്ചാൻ തോട്ടിലെ ശക്തമായ അടിയൊഴുക്കിൽ പെട്ടുപോവുകയായിരുന്നു ജോയ്. ന്യൂസ് ഡെസ്ക്, സഹ്യ ന്യൂസ്.